Okay, dear students, next our subtopic features of teacher talk. First point, teacher talk is an important aspect in the classroom interaction process. Okay, നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസുകളെ കുറിച്ച് പഠിച്ചു. ടീച്ചർ ടോക്കിംഗ് സെൻറ്റൻസുകളെ കുറിച്ച് പഠിച്ചു. എന്താണ് ഇനി നമ്മൾ ടീച്ചർ ടോക്കിംഗ് സെൻറ്റൻസുകൾ വെർബൽ ആയിട്ടുള്ള സെൻറ്റൻസുകൾ മാത്രം പോരാ, നോൺ വെർബൽ ആയിട്ടുള്ള പാരാലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു ടീച്ചർ ക്ലാസ് റൂമിൽ ടോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട ക്ലാസ് റൂം ഇൻട്രാക്ഷൻ പ്രോസസ്സാണ് ടീച്ചർ ടോക്കിംഗ്. ആൻഡ് നെക്സ്റ്റ്, ഇറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ പാർട്ട് ഇൻ ദ പ്രോസസ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ. കുട്ടികൾ ലാംഗ്വേജ് അക്യൂർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു ലാംഗ്വേജ് നമ്മൾ അക്യൂർ ചെയ്യുന്നത് ത്രൂ ഒബ്സർവേഷൻ, പിന്നെ ഇമിറ്റേഷൻ, അതേപോലെ തന്നെ ലിസണിങ്, അതേപോലെ തന്നെ റീഡിങ് തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് ഒരു ലാംഗ്വേജ് അക്യൂർ ചെയ്യുന്നത്. അപ്പം എന്താണ് ഈ വെർബൽ ആയിട്ടുള്ള നോൺ വെർബൽ ആയിട്ടുള്ള ടീച്ചറുടെ ടോക്കിംഗ് വളരെയധികം ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ സഹായിക്കുമെന്നാണ് പറയുന്നത്. ടീച്ചർ ടോക്ക് ഷുഡ് ഹാവ് സെർട്ടൻ ക്വാളിറ്റീസ്. കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട് ടീച്ചർ ടോക്കിങ്ങിന് എന്നാണ് അവിടെ സംസാരിക്കുന്നത്. അത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി, ദ ലാംഗ്വേജ് യൂസ്ഡ് ബൈ ദ ടീച്ചർ ഷുഡ് ബി എറർ ഫ്രീ. നിങ്ങൾ സംസാരിക്കുന്ന ക്ലാസ് റൂമിൽ ഒരു കുട്ടികളോട് സംസാരിക്കുന്ന സെൻറ്റൻസുകൾ തെറ്റ് കൂടാതെ എറർ ഫ്രീ ആയിരിക്കണം. ഓക്കെ, കാണാതെ പഠിച്ചാലും നിങ്ങൾ എറർ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പഠിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി കോംപ്രിഹെൻസിബിൾ ആൻഡ് ഓഡിയബിൾ ടു ഓൾ ലേണേഴ്സ്. എല്ലാ കുട്ടികൾക്കും മനസ്സിലാകുന്ന രീതിയിൽ വേണം, സിമ്പിൾ സെൻറ്റൻസുകളായിരിക്കണം നിങ്ങൾ ക്ലാസ് റൂമിൽ. അവരുടെ ഏജ് ഇപ്പോൾ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് ആണല്ലോ ഫസ്റ്റ് നിങ്ങൾ LP പോകുന്നത്. അതിലൊക്കെ സിമ്പിൾ സെൻറ്റൻസുകൾ യു ഹാവ് ടു യൂസ്. ഓക്കെ, അതാണ് ബെറ്റർ. അതേപോലെ തന്നെ ഓഡിയബിൾ ആയിട്ടുള്ള സൗണ്ട് ആയിരിക്കണം, എല്ലാ കുട്ടികൾക്കും കിട്ടുന്ന തരത്തിലുള്ള സൗണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ, ദ ടോക്ക് ഓഫ് ദ ടീച്ചർ മസ്റ്റ് ബി ഇൻറ്റിമേറ്റ്, അഫെക്ഷനേറ്റ് ആൻഡ് ലേണർ ഫ്രണ്ട്ലി. ടീച്ചറുടെ സംസാരം നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ടീച്ചർ എങ്ങനെയാണ് സംസാരിക്കുന്നത്? വളരെ ഫ്രണ്ട്ലി ആയിട്ട്, അഫെക്ഷനേറ്റ്, ഇൻറ്റിമേറ്റ് ആയിട്ടൊക്കെയാണ് ടീച്ചർ ടോക്ക് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ, ദ സ്പീഡ് ഓഫ് ആർട്ടിക്കുലേഷൻ ഈസ് ടു ബി റെഡ്യൂസ്ഡ്. നമ്മുടെ സൗണ്ടിൻ്റെ ഉച്ചാരങ്ങളൊക്കെ, ആർട്ടിക്കുലേഷൻ, അതൊക്കെ വളരെ ക്ലിയർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. The features such as pronunciation, pause, pitch, intonation, stress and rhythm should always be maintained in the presentation. Okay, നമ്മൾ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ, കുട്ടികളുടെ മുമ്പിൽ ക്ലാസ് എടുക്കുമ്പോൾ, നമ്മുടെ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് പ്രൊനൗൺസിയേഷന്, പോസ്, പിച്ച്, ഇൻറ്റോണേഷന്, സ്ട്രെസ്, റിതം, ഇതൊക്കെ വളരെ ക്ലിയർ ആയിരിക്കണം. ഓക്കെ, and next point, try to include adequate vocabulary, phrases, different tenses in the teacher talk. ടീച്ചർ എന്ത് ചെയ്യുക, ടീച്ചർ ടോക്കിൽ ഡിഫറെൻറ്റ് വെക്കാബുലറീസ്, ഫ്രേസുകൾ, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടെൻസുകളൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ, ടീച്ചർ ടോക്ക് ഷുഡ് നോട്ട് ബി ഇൻ ദ ഫോം ഓഫ് ലെക്ചറിങ് ഓൺലി. നമ്മൾ ലെക്ചറിങ് മാത്രമല്ല ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം അല്ലേ, ടീച്ചർ ആസ് എ ഇൻസ്ട്രക്ടർ മാത്രമാണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ഓൾസോ ബി ഇൻ ദ ഫോം ഓഫ് ഡയലോഗിങ് വിത്ത് ദ ലേണേഴ്സ്. സ്റ്റുഡൻസ് ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് നല്ല രീതിയിൽ അങ്ങോട്ട് മറുപടി പറയാനും, ടീച്ചറുടെ ചോദ്യത്തിന് കുട്ടികൾക്ക് മറുപടി പറയാനുള്ള ടീച്ചർ ടോക്കിംഗ് സെൻറ്റൻസുകൾ നിങ്ങൾ കണ്ടുവെക്കണം. ഓക്കെ, and the important notice is teacher talking is a special communicative activity. Its goal is to communicate with students and develop students language proficiency. ഈ ടീച്ചർ ടോക്കിംഗ് ഈ യൂണിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നാളെ ക്ലാസ് റൂമിലേക്ക് പോകുമ്പോഴും, നമ്മൾ നാളെ വേറെ സ്കൂളിലേക്ക് ഒരു ജോലി കിട്ടി പോകുമ്പോഴും
നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് റൂമിൽ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ LSRW ഡെവലപ്പ് ചെയ്യാൻ ടീച്ചർ ഇംഗ്ലീഷിൽ കുട്ടികളോട് സംസാരിക്കണം. അതിനു വേണ്ടി നിങ്ങൾ LPയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ യൂണിറ്റ് പഠിച്ചു പോയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ലെസൺ പ്ലാനിൽ നല്ല ടീച്ചർ ടോക്കിംഗ് സെൻറ്റൻസുകൾ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് വരും. ഒരു സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്തത് എന്താ എന്നുള്ള പ്രോബ്ലംസ് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് സ്ട്രാറ്റജീസ് ഫോർ ബെറ്റർ ടീച്ചർ ടോക്ക്. എന്താണ് നല്ലൊരു ടീച്ചർ ടോക്കിംഗ് കൊണ്ടുവരാനുള്ളൊരു വഴി എന്നാണ് പറയുന്നത്, അതിനുള്ളൊരു മാർഗം, സ്ട്രാറ്റജി. ഓക്കെ, എ ടീച്ചർ ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വിച്ച് ഈസ് ദ കപ്പാസിറ്റി ഓഫ് കൺവേയിങ് ദ ഐഡിയാസ് ഇൻ എ ഫ്രൂട്ട്ഫുൾ മാനർ. ടീച്ചർക്ക് എന്തുണ്ടാവണം, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാവണം. എന്താണ്, ആ കപ്പാസിറ്റിയിലൂടെ ഐഡിയാസ് എന്ത് ചെയ്യാൻ കഴിയണം, നല്ല രീതിയിൽ കൺവേ ചെയ്യാൻ കഴിയണം. ഇൻ എ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം ഓർ എ പാരാഡിഗം ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ക്യാൻ ബി അഡോപ്റ്റഡ് ഫോർ ബെറ്ററിങ് ടീച്ചർ ടോക്ക്. നമ്മുടെ ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിൽ ഒരുപാട് ടീച്ചർ ടോക്കിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, the time used by the teacher in talking in a class is termed as teacher talking time. ഈ ട്രിപ്പിൾ ടി ഇതൊരു സ്ട്രാറ്റജിയാണ്. ടീച്ചർ എത്രത്തോളം കുട്ടികളുമായിട്ട് സംസാരിക്കുന്നുണ്ട് അത്രയും കുട്ടികൾക്ക് എന്ത് ചെയ്യും, ലാംഗ്വേജ് ഇൻക്രീസ് ചെയ്യും, ടീച്ചർക്കും ലാംഗ്വേജ് ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. നോക്കുക, ടീച്ചർ ടോക്ക് ഇൻ ദ ക്ലാസ് റൂം ഈസ് സീൻ ഇൻ മെനി വേസ്, എലിസിറ്റിംഗ്, ക്വസ്റ്റ്യനിങ് ആൻഡ് ഗിവിംഗ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ് ഡ്യൂറിങ് ദ ക്ലാസ്. അതായത് കുട്ടികൾ നമ്മുടെ പെഡഗോജിയിൽ TMൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. എൻട്രി ആക്ടിവിറ്റി ഉണ്ട്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതേപോലെ തന്നെ റൈറ്റിംഗ് പ്രോസസ്സ് ഉണ്ട്, റീഡിംഗ് പ്രോസസ്സ് ഉണ്ട്. റീഡിങ്ങിൽ തന്നെ ഓരോ ഇൻഡിവിജ്വൽ റീഡിംഗ് ഉണ്ട്, ഗ്രൂപ്പ് റീഡിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ലൗഡ് റീഡിംഗ് ബൈ ദ ടീച്ചർ ഉണ്ട്, ലൗഡ് റീഡിംഗ് ബൈ ദ ലേണേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കുട്ടികളോട് പറയണം. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റീഡ് ദ പേജ് നമ്പർ 12, റീഡ് സൈലൻ്റ്ലി. അങ്ങനെ ടീച്ചർക്ക് നല്ലൊരു സെൻറ്റൻസ് അവിടെ പറയാൻ സാധിക്കണം. ഓക്കെ, and next point, in Flanders interaction analysis, even the simple talk and movements of the teacher in the classroom are significant. ടീച്ചറുടെ മൂവ്മെൻറ്റ്സും അതേപോലെ തന്നെ സിമ്പിൾ ടോക്കും എന്താണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാസ് റൂമിൽ എന്നാണ് പറയുന്നത്. ഇനി നോക്കുക, നീഡ് ഫോർ എറർ ഫ്രീ ടീച്ചർ ടോക്ക്. എന്താണ് ഒരു എറർ ഫ്രീ, എങ്ങനെയാണ് അതിൻ്റെ ആവശ്യകത, ടീച്ചർ ടോക്കിങ്ങിൻ്റെ ആവശ്യകതയാണ് പറയുന്നത്. എറർ ഫ്രീ, പ്രോബ്ലംസ് ഇല്ലാതെ ടീച്ചർ ടോക്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യകത. എ ലാർജ് എമൗണ്ട് ഓഫ് ടോക്ക് ഈസ് റിക്വയർഡ് ഫ്രം ദ ടീച്ചേഴ്സ് വൈൽ ഇംപ്ലിമെൻറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഇൻ ദ ക്ലാസ് റൂം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ഈച്ച് ആൻഡ് എവരി വേർഡ് ഓർ സെൻറ്റൻസ് യൂസ്ഡ് ഇൻ ദ ക്ലാസ് റൂം ബൈ ദ ടീച്ചർ ആസ് ഇറ്റ്സ് ഓൺ സിഗ്നിഫിക്കൻറ്റ്. ഓരോ സെൻറ്റൻസുകൾ ക്ലാസ് റൂമിൽ ടീച്ചർ ഉപയോഗിക്കുന്ന സമയത്തും അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, ചിൽഡ്രൻ ട്രൈ ടു ഇമിറ്റേറ്റ് ദ വേർഡ് ആസ് സച്ച് വെനെവർ ഇറ്റ് ഈസ് റിക്വയർഡ്. ഓക്കെ, ചിൽഡ്രൻ എന്താണ്, ടീച്ചറുടെ സെൻറ്റൻസ്, ടീച്ചർ ടോക്കിംഗ് സെൻറ്റൻസുകൾ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് അവൻ ഒരു ലാംഗ്വേജ് പറയാൻ പഠിക്കുക. അപ്പോൾ എറർ ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെൻറ്റൻസ് ടോക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇൻ ദ പ്രൈമറി ക്ലാസ്സസ് ചിൽഡ്രൻ ബ്ലൈൻഡ്ലി ഇമിറ്റേറ്റ് ഈവൻ ദ സ്റ്റൈൽ ഓഫ് ടോക്ക് ഓഫ് ദ ടീച്ചർ. ഈ പ്രൈമറി ക്ലാസ്സിൽ LP UP ക്ലാസ്സിലെ കുട്ടികൾ ടീച്ചറുടെ സെൻറ്റൻസ്, ടീച്ചറുടെ സംസാരം ഫുള്ളായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ്
നല്ല രീതിയിൽ പറയാൻ പഠിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളും തെറ്റ് പഠിക്കും. It is worthy to be noted that the talk by the teacher should always be error free in the English second language classroom. ഈ സെക്കൻഡ് ലാംഗ്വേജിൽ ഇപ്പം നമ്മളൊക്കെ ക്ലാസ് റൂം സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ് റൂമാണ്. അപ്പോൾ ആ ക്ലാസ് റൂമിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇത് നമ്മുടെ മദർ ടങ് അല്ലല്ലോ, സെക്കൻഡ് ലാംഗ്വേജ് അല്ലേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക, എറർ ഫ്രീ ആയിട്ട് സംസാരിക്കുക. ഇറ്റ് ഈസ് ദ ടീച്ചേഴ്സ് who decide to what extent a particular learning component can be delivered. എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മളത് പറയേണ്ടത് എന്ന് മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യുക, ആ സെന്റൻസുകളൊക്കെ കണ്ട് വെക്കുക. Teacher should have a basic knowledge in the target language and this will help to engage in error free talk. ടീച്ചർക്ക് എന്താവണം, ഇംഗ്ലീഷ് ലാംഗ്വേജിലൊരു ബേസിക് നോളേജ് ഉണ്ടായിരിക്കണം. എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്നും കൂടെ അറിഞ്ഞാൽ ടീച്ചർക്ക് നന്നായിട്ട് എറർ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കഴിയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ യൂണിറ്റ് ഡീൽ ചെയ്യുന്നത്. നിങ്ങൾ ആ 5 വീഡിയോസും ശരിക്കും നന്നായിട്ട് കാണണം. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് പാരാലിംഗ്വിസ്റ്റിക്സ്, എന്താണ് ടീച്ചർ ടോക്ക്, ടീച്ചർ ടോക്കിങ്ങിന്റെ കാറ്റഗറീസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് നീഡ്സ് ടീച്ചർ ടോക്കിങ്ങിന്റെ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കേട്ടതിന് ശേഷം അടുത്ത ദിവസം ഞാൻ പറയുമ്പോൾ ചെയ്താൽ മതി. നിങ്ങൾ നോട്ട്ബുക്ക് മേടിക്കുക, ആ നോട്ട്ബുക്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും കൂടെ ഈ PDF കൂടെ കണ്ടതിന് ശേഷം നിങ്ങൾ വായിക്കുക. വായിച്ചിട്ട് നോട്ട് ഉണ്ടാക്കുക. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ അതിൽ എഴുതി വെക്കും കൂടെ ചെയ്യുക. ഞാൻ സെൻഡ് ചെയ്ത് തരാൻ പറയുമ്പോൾ മാത്രം തന്നാൽ മതി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.